പാക് അധിനിവേശ കാശ്മീർ POK ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി പല രാഷ്ട്രീയ നേതാക്കളും പല പ്രസ്താവനകളും നടത്തുന്നത് പതിവാണ്. ഈ അവസാന ഘട്ടത്തിൽ നാം കണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി POK ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് ഇന്ത്യയിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും തുറന്നു പറഞ്ഞിരുന്നു. പക്ഷെ അതിന് സർക്കാർ തയ്യാറായില്ല. അതിനെതിരെയാണ് ഇപ്പോൾ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ എല്ലാം കൃത്യമാണ്. രാജ്നാഥ് സിംഗ് പറയുന്നത് ഇങ്ങനെയാണ്: പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും. അത് സൈനിക നടപടിയിലൂടെയല്ല, അല്ലാതെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമെന്നും ഇന്ത്യയുമായി അത് ഒരു ലയനമുണ്ടാകുമെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. മൊറോക്കോയിലെ ഇന്ത്യൻ ജനവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് രാജ്നാഥ് സിംഗ് ഇത് വ്യക്തമാക്കിയത്. നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാനിൽ ഇന്ന് ആഭ്യന്തര കലാപം രൂക്ഷമാണ്. വലിയ രീതിയിൽ പല പ്രദേശങ്ങളിലും കലാപങ്ങൾ നടക്കുന്നു, ആക്രമണങ്ങൾ നടക്കുന്നു. അത് നാം ഇന്നലെ തന്നെ കണ്ടല്ലോ. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പഷ്തൂൺ മേഖലയിൽ പാകിസ്ഥാന്റെ ബോംബിങ്ങിൽ സാധാരണക്കാരായ പാകിസ്ഥാൻ ജനതയ്ക്ക് മുകളിൽ തന്നെ പാകിസ്ഥാൻ സൈനികർ ബോംബിടുകയാണ്. മരിച്ചത് 30 പേരിലധികം, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മരണപ്പെട്ടു. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രദേശമായ ബലൂചിസ്ഥാനും ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ പോരാളികൾ വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നീടുള്ള പ്രദേശമാണ് പാക് അധിനിവേശ കാശ്മീർ. അങ്ങനെ ഈ 3 പ്രദേശത്തെ ജനങ്ങളും സ്വതന്ത്ര പ്രവേശിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളോടൊപ്പം കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അവർക്ക്, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പഞ്ചാബ് പ്രവിശ്യ മാത്രമായി ചുരുങ്ങുകയാണ്. ആ പ്രവിശ്യയിലെ കുറെ സാധാരണക്കാർ, കുറെ പണക്കാർ, സൈനിക മേധാവികൾ ചേർന്ന് അങ്ങനെ പാകിസ്ഥാന്റെ ഭരണം നടത്തുകയാണ്. മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവിടെ ഒരു സ്വാധീനവുമില്ല. അവർ പട്ടിണിയും പരിവട്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ് വലിയ പോരാട്ടം നടക്കുന്നത്. അവിടുത്തെ പല പ്രദേശങ്ങളിലേക്കും പാകിസ്ഥാൻ ആർമിക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല. കടന്നു കയറുകയാണെങ്കിൽ അവരുടെ മരണം ഉറപ്പാണ്. ആ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ബലൂചിസ്ഥാൻ പോരാളികളെ ഭീകരവാദികളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭയിൽ വരെ ഈ പാകിസ്ഥാൻ എത്തിപ്പെട്ടത്. പക്ഷെ എത്തിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? UK, ഫ്രാൻസും അടക്കമുള്ള പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇതിനെതിരായി നിന്നു. അവർ പറയുകയാണ്, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബലൂചിസ്ഥാൻ അവിടെ പോരാട്ടം നടത്തുന്നത്. അല്ലാതെ ഈ പാകിസ്ഥാൻ പറയുന്നത് പോലെ അതൊരു ഭീകരവാദ സംഘടനയല്ല. അവർ പാകിസ്ഥാന്റെ കണ്ണ് മുഴുവൻ കാശ്മീരിലാണ്. അവർ കാശ്മീരിനെ കുറിച്ചാണ് കരയുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് തലയിൽ ബോംബിടുക, അവരെ കൊലപ്പെടുത്തുക, എന്നിട്ട് കാശ്മീരിന് വേണ്ടി സംസാരിക്കുന്നു. ലണ്ടനിൽ എത്തിയ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്, ഈ കാശ്മീരിലെ ജനങ്ങളുടെ രക്തത്തിന്, ചോരയ്ക്ക് ഒരു നാൾ വിജയമുണ്ടാകുമെന്നാണ്. വിജയമുണ്ടാകും. കാരണം ഈ 3 പ്രദേശത്തെ ജനങ്ങളുടെ ചോരയ്ക്കാണ് വിജയം ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന് ബലൂചിസ്ഥാൻ, ഒന്ന് പഷ്തൂൺ മേഖല, പിന്നീടുള്ളത് ഈ പാക് അധിനിവേശ കാശ്മീർ. ഇതിൽ കൃത്യമാണ്, ഇന്ത്യയുടെ നിലപാട് കൃത്യമാണ്. അനാവശ്യമായി ഇന്ത്യ ഒരു രാജ്യങ്ങളെയും ആക്രമിക്കാൻ പോകാറില്ല. അതോടൊപ്പം തന്നെ അനാവശ്യമായ സംഘർഷങ്ങളിൽ ഏർപ്പെടാറില്ല. ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂർ തന്നെ നമുക്കറിയാമല്ലോ. സാധാരണക്കാരെ മതം ചോദിച്ച് ആക്രമിച്ച പശ്ചാത്തലത്തിലായിരുന്നു പാകിസ്ഥാനെ നാം ആക്രമിക്കുകയും പാകിസ്ഥാനെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാന്റെ ജനങ്ങളെയല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ ഭീകരവാദികളെ, പാകിസ്ഥാൻ സൈന്യം ചെലവും കൊടുത്തു വളർത്തുന്ന ഭീകരവാദികളെയാണ് അമർച്ച ചെയ്തത്. അതിനെതിരെ ഭീകരവാദികളെ തൊട്ടപ്പോൾ പാകിസ്ഥാൻ നൊന്തതല്ല, പാകിസ്ഥാന്റെ ഭീകരവാദികൾ പാകിസ്ഥാൻ സൈനികർക്കെതിരെ വന്ന പശ്ചാത്തലത്തിലാണ് ഒന്ന് കണ്ണിൽ പൊടിയിടാനായി ചില മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളുമല്ല ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യ അത് പ്രതിരോധിക്കുകയും അങ്ങനെ ഇന്ത്യക്കെതിരെ പൊങ്ങിയ കൈ കൃത്യമായി തന്നെ തല്ലി ഒടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എയർബേസുകൾ ചിന്നിച്ചിതറിയില്ലേ? പിന്നീട് അവിടുന്ന് ഒരു യുദ്ധവിമാനം പോലും ഉയർന്നു പൊങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റിയില്ലേ? അതുകൊണ്ട് തന്നെയാണ് രാജ്നാഥ് സിംഗ് വ്യക്തമായി തന്നെ പറയുകയാണ്, ആ രാജ്യത്തിന് ഇനി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്താണ്? ഒന്ന് മതം, അതോടൊപ്പം തന്നെ ഇന്ത്യ വിരോധം. എത്ര നാൾ ഇന്ത്യ വിരോധം പറഞ്ഞ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഒരേ നാൾ സ്വതന്ത്രരായ 2 രാഷ്ട്രങ്ങളാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും. എന്നിട്ട് ഇന്ത്യ വലിയ രീതിയിൽ സാമ്പത്തികമായി വളർന്നു മുന്നേറുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യ എന്ന വികാരം കൂടുതൽ, കാരണം
ഒരു രാജ്യത്തിന്റെ വികസനത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ സൗഹൃദ രാജ്യമായിരുന്ന സഹോദര സ്ഥലമായിരുന്ന നാമെല്ലാം ഒന്നായിരുന്നല്ലോ, ആ രാജ്യം എങ്ങോട്ട് പോയി? ഭീകരവാദികളുടെ താവളമായി മാറി. ഭീകരപ്രവർത്തനങ്ങൾക്ക് അവർക്ക് സഹായം നൽകുന്ന, അവർക്ക് പരിശീലനം നൽകുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് ഭീകരവാദികളെ കയറ്റുമതി ചെയ്യുന്ന, ഭീകരവാദികൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കുന്ന, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭീകരനായ ബിൻ ലാദന് ഉൾപ്പെടെ വസിക്കാൻ അവസരം കൊടുത്ത് തങ്ങളുടെ ഭൂമി വിട്ടു നൽകിയ പാകിസ്ഥാൻ, ആ പാകിസ്ഥാനെതിരെ ഒരു നാൾ അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വരും. അവർക്ക് ജീവിക്കണമല്ലോ. ഈ മതവും അതോടൊപ്പം തന്നെ വൈദ്യുതിയും മറ്റെല്ലാം രണ്ടാമതല്ലേ, ഭക്ഷണമാണല്ലോ പ്രധാനം. ജീവിക്കണ്ടേ? പട്ടിണിയുമായി ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? നല്ല വിദ്യാഭ്യാസം വേണ്ടേ? അത്തരത്തിലുള്ള ഒരു മാറ്റം നാം ബംഗ്ലാദേശിൽ മത തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റമാണ്. ആദ്യം അത് ഒരു വിദ്യാർത്ഥി പ്രതിഷേധവുമായി തുടങ്ങിയത്. പിന്നീട് നാം കണ്ട നേപ്പാൾ, ശ്രീലങ്കയിലെല്ലാം ഉണ്ടായതുപോലെ തന്നെ വലിയ പ്രക്ഷോഭം പാകിസ്ഥാനിലും ഉണ്ടാകും. ആ പ്രക്ഷോഭത്തിലൂടെ എന്തായാലും ശ്രീലങ്കയും ബംഗ്ലാദേശും നേപ്പാളുമെന്നും ഈ പ്രക്ഷോഭത്തിന്റെ ഫലമായി പിളർന്നില്ല. പക്ഷെ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും തന്നെ പാകിസ്ഥാൻ പിളരും, പല കഷ്ണങ്ങളായി മാറും പാകിസ്ഥാന്. കാരണം ജനങ്ങൾ ചിന്തിക്കും, ഈ മതത്തിന്റെ പേരിലും ഇന്ത്യ വിരോധത്തിന്റെ പേരിലും നാം ഈ പാക് സൈനികർക്ക് എന്തിനു പിന്തുണ നൽകണം? അവിടുത്തെ മുഴുവൻ പണവും ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ കയ്യിലാണല്ലോ പല സ്ഥാപനങ്ങളും ഇരിക്കുന്നത്. അവിടെ എല്ലാ സ്ഥാപനങ്ങളും ഇരിക്കുന്നത് സൈനികരുടെ കയ്യിലാണ്. ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനം പോലെയാണ് അവിടുത്തെ പാക് പട്ടാളം പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ആ പട്ടാളക്കാരെ, ആ സൈനികരെ, ആ ഉദ്യോഗസ്ഥരെ എന്തിന് അവിടുത്തെ സാധാരണക്കാർ പിന്തുണയ്ക്കണമെന്ന ചിന്ത ഉണ്ടാകുകയാണെങ്കിൽ, ആ ചിന്ത ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെയെല്ലാം ഉണ്ടാകുന്ന മാറ്റം. ഇപ്പോൾ തന്നെ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നല്ലോ, പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്, അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഒരു ഹിതപരിശോധന നടത്തിയാൽ അതിൽ ഭൂരിപക്ഷം പേരും ഇന്ത്യക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. പാകിസ്ഥാൻ കുറച്ച് വർഷങ്ങളായി തന്നെ ആവശ്യപ്പെടുകയാണ് ഇന്ത്യയിൽ ഹിതപരിശോധന നടത്തണമെന്ന്. ഇപ്പോൾ കൃത്യമായി തന്നെ അത് കാശ്മീരിലാണ്, പാക് അധിനിവേശ കാശ്മീരിൽ നടത്തണം. അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കും. അതിനുള്ള കാരണം നമുക്കറിയാമല്ലോ. 370-ാം വകുപ്പ് മുൻ സർക്കാരുകൾ അനാവശ്യമായി അവിടെ ചാർത്തിക്കൊടുത്ത ഒരു പ്രത്യേക രാജ്യം പോലെ, അവിടെ പ്രത്യേക പതാക, പ്രത്യേക സംവിധാനങ്ങൾ, അങ്ങനെയായിരുന്നല്ലോ അവിടുത്തെ രീതി. അതിൽ നിന്നും അവരെ മാറ്റി, അവർ ഇന്ത്യക്കാരാണ്, അവർ ഇന്ത്യയോടൊപ്പം ഇന്ത്യക്കാരെ പോലെ ജീവിക്കട്ടെ, അവർക്ക് പ്രത്യേക സംവിധാനങ്ങൾ എന്താണ്? ഇപ്പോൾ കേരളത്തിൽ പ്രത്യേക എന്തിനാണ് സംവിധാനങ്ങൾ? നാമെല്ലാം ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരായി ജീവിക്കുന്ന ഒരു അവസരത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ വരുന്നു, ടൂറിസം ഉണ്ടാകുന്നു, കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വരുന്നു. അപ്പോൾ അത് കാണുമ്പോഴാണ് കാശ്മീർ ജനത, പാക് അധിനിവേശ കാശ്മീരിലെ ജനത തങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്.